ഇന്നലെ 3 മണിക്ക് 3:03 രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഐലൻഡ് എക്സ്പ്രസ്സിൽ ഈ കുട്ടി ട്രെയിനിന് ഇറങ്ങിയതും പിന്നെ ഇവിടുത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വെള്ളമെടുത്ത് പോകുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ് RPFിൻ്റെ സ്റ്റേഷനിലെ CC ക്യാമറയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. 3:03 കുട്ടി ഇന്നലെ ഇറങ്ങിയത്. ആ കുട്ടി തന്നെയാണെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. RPF പോലീസ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അല്പം മുമ്പായിരുന്നു ഇവർ CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചത്. ഈ റൂമിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അതിനാവശ്യമായ ദൃശ്യങ്ങൾ ലഭിച്ചെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇപ്പോൾ അന്വേഷണത്തിന് വേണ്ടി പോയിട്ടുണ്ട്. കന്യാകുമാരിയിലേക്ക് തന്നെ തിരിച്ചു പോയെന്നുള്ളൊരു അനുമാനത്തിലാണ് ഈ പോലീസ് നിൽക്കുന്നത്. ഇന്നലെ 3 മണിക്ക് 3:03 രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഈ കുട്ടി ഐലൻഡ് എക്സ്പ്രസ്സിൽ ഇറങ്ങിയെന്ന് ഇവർ അനുമാനിക്കുന്നത്. ഈ കുട്ടി തന്നെയാണെന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. ഇന്നലെ വന്ന കുട്ടി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി അവശയായ കുട്ടിക്ക് കയ്യിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 40 രൂപ മാത്രമായിരുന്നുള്ളത്. അതുകൊണ്ട് പണമില്ലാത്ത സാഹചര്യത്തിൽ അധികമൊന്നും ചിലവാക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കുപ്പിയിൽ വെള്ളമെടുത്ത് തിരികെ കയറി എന്നുള്ള ഒരു വിവരമാണ്, നിർണായക വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഈ കുട്ടി എവിടെ ഇറങ്ങി എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ഒരു വലിയ നിർണായകമായ വിവരം ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കുട്ടി നാഗർകോവിൽ ജംഗ്ഷനിൽ ഇറങ്ങിയിരിക്കുന്നു. 3:03 ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് 9 മിനിറ്റ് മാത്രം സ്റ്റോപ്പ് ഉണ്ടായിരുന്ന ഇടത്ത് ഈ കുഞ്ഞിറങ്ങി വെള്ളമെടുത്തു. തിരിച്ച് ട്രെയിനിൽ അതേ ബോഗിയിലേക്ക് തന്നെ ഈ കുഞ്ഞ് തിരികെ കയറിയോ? അത് ഉറപ്പിക്കാമോ? സുജയ, ഇത്രയും സമയം ഈ ട്രെയിൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും കുട്ടി ഇറങ്ങി വെള്ളമെടുത്ത് കയറിയെന്നോ, പക്ഷേ ഇത്രയും 44 CC ക്യാമറകളാണ് ഈ സ്ഥലത്ത് പോലീസ് പരിശോധിച്ച്. അതിനിടയിലാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ രാവിലെ എത്തിയപ്പോൾ 44 ദൃശ്യങ്ങളും പരിശോധിച്ചെന്ന് പറഞ്ഞ പോലീസ് വീണ്ടും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയിൽ വീണ്ടും പരിശോധിച്ചപ്പോഴാണ് 3:03 ഒരു കുട്ടി ഇറങ്ങുന്നതും രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ കുട്ടി ഇറങ്ങുന്നതും അതിനുശേഷം കുട്ടി വെള്ളമെടുത്ത് കയറുന്നതാണ്. സാറേ, அது அந்த குழந்தை அதனை சீரிச்சா கன்ஃபார்ம் பண்ணியாச்சா? நான் இப்போ தான் டியூட்டி வந்திருக்கு, நமக்கு தெரியல. நம்ம செக் பண்ணிப்போ அந்த குழந்தை இல்லை, அது வந்து அவங்க கேட்டாங்க, அவங்களுக்கு தான் தெரியும், நமக்கு தெரியல. நீங்கள் எந்த பிளாட்ஃபார்மில் இருக்கீங்கன்னு நினைக்கிறேன்? நமக்கு தெரியும், நம்ம ஆஃபீஸர்கிட்ட கேளுங்க, அவங்க தான் பார்த்தாங்க. அவங்க மேடம் உங்களுக்கு தெரியாது? தெரியாது சார். பார்க்கலையா? സുജയ, മറ്റു ഉദ്യോഗസ്ഥരാണ് അത് കൺഫേം ചെയ്തതും എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഉള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. സാറേ അത് ആ കുട്ടി തന്നെയാണെന്ന് കൺഫേം ആണ്? ഞാൻ നോക്കിയിട്ടില്ല. വിഷയം ഒന്ന് ഇൻസ്പെക്ടർ സ്ഥലത്തുണ്ടോ? സുജയ, ഇപ്പോൾ ഇൻസ്പെക്ടർ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഈ നിർണായക വിവരം ലഭിച്ചതിന് ശേഷം കൂടുതൽ RPF പോലീസ് എല്ലാം തന്നെ വിവരം ലഭിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. ഇന്നലെ വൈകിട്ട് 3:03 രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഈ കുട്ടി ഇറങ്ങിയെന്ന് കാണുന്നത്. അവശയായ കുട്ടി വെള്ളമെടുത്ത് തിരികെ കയറി വീണ്ടും കന്യാകുമാരിയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത കാണുന്നത്. എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഇതുവരെ ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷം കിട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട ലീഡാണ്. ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷം കിട്ടിയ ഏറ്റവും നിർണായകമായ വിവരം, കുട്ടി നാഗർകോവിൽ ജംഗ്ഷനിൽ ഐലൻഡ് എക്സ്പ്രസ്സിൽ വന്നിറങ്ങുന്നു. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കുട്ടി വെള്ളമെടുക്കുന്നു. അതിന് വെള്ളം കുടിച്ചതിന് ശേഷം തിരികെ കയറുന്നു എന്നുള്ള നിർണായക വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു.